ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലാണ് മറ്റൊരു പോയിന്റ്. കുടുംബബന്ധം ഇണങ്ങിച്ചേരാനുള്ള നല്ലൊരു പോയിന്റ് അതാണ്. ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് ഫോൺ എടുക്കരുത്. ഭക്ഷണം കഴിച്ച് വാപ്പ അങ്ങനെ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം അങ്ങനെ കഴിക്കണ്, ഉമ്മ അപ്പുറത്ത് ചിരിച്ചോട്ട് എന്തോ ഒരു കുഞ്ഞാപ്പ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ്. പിന്നെ ഈ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മൊബൈൽ മാറ്റി വെക്കുമെന്ന് വിചാരിച്ചു നോക്കും, ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണും. ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഔദ്യോഗികമായ മനഃശാസ്ത്രജ്ഞർ പറയണതാണ്. ഒരാഴ്ച കൊണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി ഞാനത് ചെയ്യൂല എന്ന് തീരുമാനിക്കും, ഒരാഴ്ച കൊണ്ട് മാറ്റം കാണും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്ത് പകർന്ന് കുട്ടിക്കൊക്കെ ഒന്ന് വാരിക്കൊടുത്ത് ഇത് നിങ്ങൾക്ക് എടുത്തോന്നും പറഞ്ഞിട്ട് നല്ലൊരു പീസ് കിട്ടിയപ്പോൾ വാരിക്കൊടുത്ത്, അല്ലാതെ നിങ്ങൾ തന്നെ തിന്നോളൂ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വിട്ട്, അല്ലല്ല അത് നിനക്കാണല്ലത് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് അവരെന്താവും നിങ്ങൾ. സുല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കുടിച്ച ഗ്ലാസിന്റെ ആ ചുണ്ട് വെച്ച ഭാഗത്ത് ഷറഫാക്കപ്പെട്ട ചുണ്ട് വെച്ചിട്ട് എന്തൊരു റൊമാൻറ്റിക് ആ ജീവിതം. രണ്ടുപേരും ഒരു ഗ്ലാസ് മതി എന്ന് തീരുമാനിച്ചോ നോക്കിയേ. വെള്ളം കുടിക്കാൻ രണ്ടുപേർ കൂടി ഒരു ഗ്ലാസ് മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹബത്തിനോടൊപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചത്. നമ്മുടെ കോഴിക്കോട് കോംപ്ലക്സിൽ നോമ്പ് തുറക്ക് കൂടിയവർക്ക് അറിയാം, നാല് പേർ ചേർന്ന് ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആ സൗഹൃദവും ഇസ്ലാമിൻ്റെ ആ സാഹോദര്യവും പ്രയോഗരംഗത്ത് വരണം നിർത്തിയിട്ടാണ് നമ്മുടെ നേതാക്കൾ അവിടെ അവിധത്തിലേക്ക് നോമ്പ് തുറന്ന് വെച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവമുണ്ടോ? ഇല്ല. എല്ലാവരും മനോഹരമായി നോമ്പ് തുറക്കുന്നത്. ഒന്നും രണ്ടും ആളൊന്നുമല്ല, 2000-ഓളം ആളുകൾ ഡയലി എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കണത്. സ്നേഹം കൂടും. ഒന്നങ്ങനെ തീരുമാനിച്ചു നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും. ആയിഷ ബീവി ചുണ്ട് വെച്ചിടത്ത് ചുണ്ട് വെച്ച് ഷഫീഉൽ വറ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക.